നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പഫ് സ്ലീവ് ആണ്. ഓർഗൻഡ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ പഫ് സ്ലീവ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ക്രോപ്പ് ടോപ്പിനായാലും ബ്ലൗസിനായാലും ഗൗണിനായാലും ഒരുപോലെ മാച്ച് ആവുന്ന ഒരു പഫ് സ്ലീവ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓർഗൻഡ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ പഫ് സ്ലീവ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഗൻഡ ഫാബ്രിക് മാർക്ക് ചെയ്യുന്നത് അത്ര പോസിബിൾ അല്ല, നമുക്ക് കാണാൻ ചാൻസ് കുറവാണ്. അപ്പം നമുക്കൊന്ന് ചെയ്യാം, പാറ്റേണിൽ ചെയ്യാം. നമുക്ക് ഒന്നെങ്കിൽ പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ, നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേപ്പറിൽ, നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു പേപ്പറിൽ ഈ പാറ്റേൺ ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരും. ആദ്യം നമ്മൾ സ്ലീവ് ലെങ്ത്ത് മെഷർ ചെയ്തതിന് ശേഷം നമുക്കൊരു മുട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് സ്കെച്ചിൽ കാണാൻ പറ്റും ചെറുതായിട്ടൊരു ഗ്യാദറിംഗ് ഉണ്ട്. ഈ വീഡിയോയുടെ പ്രത്യേകത നമ്മൾ ഈ ഗ്യാദറിങ്ങും അതേപോലെ തന്നെ പഫ് സ്ലീവും സിംഗിൾ ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നതെന്നാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. അതിനുശേഷം നമ്മൾ സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം 3 ഇഞ്ച് താഴത്തോട്ട് ഇറക്കി വീണ്ടും ഒരു രേഖ വരച്ചതിന് ശേഷം ആം ഹോളിൻ്റെ എത്രയാണ് ആം ഹോള് അതിൻ്റെ പകുതി കണ്ട് മെഷർ ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ പകുതി കണ്ടിട്ട് ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും മാർക്ക് ചെയ്യാൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. 2 ആം ഹോളും ഫ്രണ്ടിലത്തെ ആം ഹോൾ കുറച്ച് ചെറുതാക്കിയിട്ടും ബാക്കിലത്തെ ആം ഹോൾ കുറച്ച് പൊന്തിയിട്ടായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം സ്ലീവ് ലെങ്ത്തിൽ നിന്നും 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോളിലേക്ക് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടിവശത്തും നമുക്ക് ഫ്ലീറ്റ് വേണം. അതുകൊണ്ട് തന്നെ അതെന്തോരം വേണമെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് പേപ്പറിലൊന്ന് ഇങ്ങനെ പിടിച്ചു നോക്കാം ഫ്ലീറ്റ് എന്തോരം വന്നിട്ടുണ്ട്. ഇപ്പോൾ അധികമാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാറ്റേണിൽ ഓൾട്ടർ ചെയ്യാം. അപ്പോൾ ഫാബ്രിക്കിൽ വെട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പേപ്പർ പാറ്റേൺ കൊണ്ടുള്ള ഉപകാരങ്ങൾ ഇതൊക്കെയാണ്. നമുക്കിതൊന്ന് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ പാറ്റേണിൽ ഈസി ആയിട്ട് വരുത്താം. ഫാബ്രിക്കിൽ ഡയറക്റ്റാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരു ആ ഫാബ്രിക് നഷ്ടമാവും. അപ്പോൾ ഇങ്ങനത്തെ സ്ലീവ് നമ്മൾ പുതുതായിട്ട് പരീക്ഷിക്കുമ്പോൾ എല്ലാവരും പേപ്പർ പാറ്റേണിൽ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ആവശ്യാനുസരണം പഫ് വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഉദ്ദേശിച്ച മാതിരി 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് റെഡി പാറ്റേൺ ആണ്. നമുക്ക് അലവൻസ് എന്തോരം വേണോ അതിനനുസരിച്ച് നമുക്കത് മാറ്റിയിടാം. ഞാനിപ്പോൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്തിട്ട് ഇനി സംശയം കാരണം നമ്മൾ ഒന്നുകൂടി ഒന്ന് ഫ്ലീറ്റ് പിടിച്ച് നോക്കി. ഇനി നമ്മൾ ഏകദേശം എന്തോരം ഫ്ലീറ്റ് വേണമെന്നുള്ളത് കണ്ടതിന് ശേഷം 2 ഇഞ്ച് പ്ലസ് എഡ്ജസ്റ്റ് എന്തോരം ഫോൾഡ് ചെയ്യണോ അതുകൂടി കണ്ടിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഫ്ലീറ്റ് നമ്മൾ അടിക്കുമ്പോൾ ആ ലൈൻ ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കിങ് ചെയ്യുന്നത്. ഓർഗൻഡ പോലത്തുള്ള ഫാബ്രിക്കൊക്കെ ആകുമ്പോൾ പഫ് സ്ലീവ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. കാരണം ഇച്ചിരി പൊന്തി നിൽക്കുന്ന കാരണം നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റയോൺ ടൈപ്പ് ഫാബ്രിക് ആയാലും അതേപോലെ തന്നെ ജോർജറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി ഇങ്ങനത്തെ ലെങ്തി ആയിട്ടുള്ള പഫ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ താഴത്തോട്ട് വീഴ്ന്ന് കിടക്കുന്ന ഒരു മോഡലായിരിക്കും നമുക്ക് ജോർജറ്റ് ഫാബ്രിക്കിലൊക്കെ ആകുമ്പോൾ. ഇത്രയും സ്റ്റിഫായിട്ടുള്ള ഫാബ്രിക്കിലാണ് എപ്പോഴും നമ്മൾ പഫ് സ്ലീവ് പ്രിഫർ ചെയ്യുക. കാരണം സ്റ്റിഫായിട്ടുള്ള ഫാബ്രിക് ആകുമ്പോൾ നന്നായിട്ട് പഫ് സ്ലീവ് ഇങ്ങനെ പൊന്തി നിൽക്കും. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ പഫ് സ്ലീവ് ഒക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. കാരണം അതൊരു നല്ലൊരു എന്താ പറയുക ബാർബി ലുക്കൊക്കെ വരും. അതുപോലെ തന്നെ നമുക്ക് തടി കുറഞ്ഞ ആൾക്കാർക്കും ഈ പഫ് സ്ലീവ് ഏറ്റവും പെർഫെക്റ്റ് ആണ്. അവർ കുറച്ചുകൂടി ഒന്ന് തടി മാറി തോന്നിക്കും. തടിയുള്ളവർക്ക് മാക്സിമം ജോർജറ്റ് ഫാബ്രിക് അങ്ങനത്തെ ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്താലും അവരും നല്ല സിമ്പിളായിട്ട് ഇത്തിരി തടി കുറവായിട്ടാണ് തോന്നിക്കുക. ഈ ഫാബ്രിക്കിനനുസരിച്ച് നമുക്ക് തടി കുറയുന്നതും കൂട്ടുന്നതും നമുക്ക് ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 1/4 ഇഞ്ചിലാണ് നമ്മൾ ഓരോ ഫ്ലീറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരുമായിട്ട് ചെറിയ ഫ്ലീറ്റ് ഇട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇഞ്ചിൽ 3-4 ഫ്ലീറ്റ് ഇട്ടിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ നമ്മൾ ഫ്ലീറ്റ് ഇടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പഫ് സ്ലീവിൻ്റെ മോഡലും മാറും എന്നാണ് പ്രത്യേകത. 3-4 ഫ്ലീറ്റ് ഇടുന്ന അത് വേറൊരു റോയൽ ലുക്ക് ആയിരിക്കും വരിക. ചെറിയ ഫ്ലീറ്റ് ഇടാന്ന് വെച്ചെങ്കിൽ അതിനും വേറൊരു ഭംഗിയാണ്. ഇത്തിരി കണത്തിലിടാന്ന് വെച്ചെങ്കിൽ അതിനും വേറൊരു ഭംഗിയാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോ ഫ്ലീറ്റിൻ്റെ ഡിഫറൻസിനനുസരിച്ച് സ്ലീവിൻ്റെ മോഡലും അതേപോലെ തന്നെ ഭംഗിയും മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ടോപ്പ് സൈഡിൽ ഫ്ലീറ്റ് ഇടുമ്പോൾ നമ്മൾ ഓൾറെഡി ആം ഹോളിൻ്റെ പകുതി കണ്ട് മാർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തത്. ഞാൻ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് പഫ് സ്ലീവിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ടോപ്പ് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തെന്നുള്ളത്. ആ പകുതി കണ്ടിട്ട് നമ്മൾ 2 ഇഞ്ച് കയറ്റിയിട്ട് കർവ് ചെയ്ത് വരച്ചൊരു കർവ് ഉണ്ട്. ആ കർവ് മാത്രമാണ് നമ്മളിവിടെ ഫ്ലീറ്റ് ചെയ്ത് പോകുന്നത്.
ആം ഹോളിൻ്റെ ലൂസ് തൊട്ടിട്ട് ഒരിക്കലും ഫ്ലീറ്റ് ഇടരുത്. അത് നമ്മുടെ ആം ഹോളിൻ്റെ ഫിനിഷിങ്ങിനെ ബാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ലുക്ക് മാറും. സ്ലീവിൻ്റെ ഒരു ആ പഫ്നെസ് കുറയും ചെയ്യും. നമ്മുടെ പഫ് സ്ലീവ് ഫ്ലാറ്റായി പോകാനും ചാൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം എല്ലാവരും ഫ്ലീറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കാം. മാക്സിമം ടോപ്പ് സൈഡിൽ മാത്രം ഫ്ലീറ്റ് ഇടാൻ എല്ലാവരും ശ്രമിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചിലുള്ള ബോർഡറാണ്. ഇപ്പോൾ ഈ ഒരു ട്രിക്ക് ആർക്കും അങ്ങനെ ചിലരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ചിലർ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടാവും. ന്യൂ കമേഴ്സ് ആണെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കും. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 4 ഇഞ്ചിൽ നമ്മുടെ ഫാബ്രിക് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വട്ടവും സ്റ്റിച്ച് ചെയ്ത് മടക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 സ്റ്റിച്ചിൻ്റെ അവിടേക്ക് നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും 2 സ്റ്റിച്ചിൽ ഇത് അവസാനിപ്പിക്കാനും പറ്റും. അതുപോലെ തന്നെ ഓരോ വലിപ്പത്തിലും ഓരോ കനത്തിലും നമുക്ക് ഈ ബോർഡർ സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ആദ്യം നമ്മളൊരു ഫോൾഡിങ് ചെയ്തതിന് ശേഷം പിന്നെയും അയൺ ചെയ്തിട്ട് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് പിന്നെ അയൺ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഫ്ലീറ്റ് ചെയ്തിരുന്നു. ആ ഫ്ലീറ്റിൻ്റെ സെൻറ്ററിൽ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഫും അതേപോലെ തന്നെ ഗ്യാതറിങ്ങും സെപ്പറേറ്റ് ചെയ്തിരുന്ന മാതിരി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 1/4 ഇഞ്ചിൽ ഇവിടെ ബോർഡർ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ 1/4 ഇഞ്ചിൽ ബോർഡർ വെച്ചിരിക്കുമ്പോൾ നമുക്ക് ആർക്കും അറിയില്ല, പുറത്തുനിന്ന് കാണുന്ന ആർക്കും അറിയില്ല ഇത് രണ്ടും ഒരു സിംഗിൾ പീസാണെന്നുള്ളത് മനസ്സിലാവില്ല. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഫ് പ്ലസ് ഗ്യാതറിങ് ചെയ്തിരിക്കുന്നതാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഗ്യാതറിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ്ങും കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ബോഡി ഫാബ്രിക്കാണ് വെച്ചിരിക്കുന്നത്, ആ സ്ഥാനത്ത് നമുക്ക് ലേസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ബീഡിങ് കൊടുക്കാം. ബീഡിങ് കൊടുത്താലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടോപ്പ് ഒരു മെറൂൺ കളറായി, കാരണം അതിൻ്റെ കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ തന്നെ നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പഫ് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇതിപ്പോൾ നമ്മൾ സാധാരണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പട്ടുപാവാട പഫ് സ്ലീവിൽ നിന്നും വേറിട്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പിലേക്ക് ഒരു ന്യൂ ലുക്ക് കൊടുക്കുന്ന ഒരു പഫ് സ്ലീവാണ് ഞാനിവിടെ കാണിച്ചത്. ഏവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. See you with another video. Bye.